ബോസ് സീസൺ 7-ൽ പല സംഭവവികാസങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും വീക്കെൻഡ് എവിക്ഷൻ മസ്താനി പുറത്തായത് ഒരുപാട് ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ആദ്യമായി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ ഷോയിലെ അനുഭവങ്ങളും ട്രോളുകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് മസ്താനി. എന്റെ ജീവിതത്തിന്റെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ബിഗ് ബോസ്. പൊതുവെ ബിഗ് ബോസിൽ പോകുന്നവർക്ക് കിട്ടുന്നത് ഫെയിമും കാശുമാണ്. ഇതിന് രണ്ടിനും വേണ്ടിയാണ് മെജോറിറ്റി ആളുകളും ആ ഷോയിലേക്ക് പോകുന്നത്. ഇതൊന്നും മുന്നിൽ കണ്ടല്ല ഞാൻ പോയത്. പിന്നെ എന്തിനു പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നേരം കെട്ട നേരത്ത് ഓരോ ബുദ്ധിമോശം തോന്നുമല്ലോ. ബിഗ് ബോസിലേക്കുള്ള ഓഫറിനൊപ്പം ഒരു സിനിമയിലേക്കും അവസരം വന്നിരുന്നു. സിനിമ അവസരം വേണ്ടെന്ന് വെച്ചത് നന്നായി എന്ന് തോന്നുന്നു. ബിഗ് ബോസിലേക്കും പോകരുതായിരുന്നു. ഇനി എന്നെ അവർ തിരിച്ച് ഹൗസിലേക്ക് വിളിച്ചാലും പോകില്ല. അപ്പാനി ശരത്ത് എവിക്റ്റ് ആയപ്പോൾ അത്രയും ഓവർ ആക്കേണ്ടിയിരുന്നില്ലെന്ന് പിന്നീട് തോന്നി. ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവും ട്രോളും കിട്ടുന്നത്. എല്ലാം ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നെ പലതും പറഞ്ഞ് പഠിപ്പിച്ചിട്ടും അതിന്റെ എല്ലാം വിപരീതമായാണ് ഞാൻ അവിടെ പോയി കളിച്ചത്. എനിക്ക് അവിടെയുള്ള ഒരു മത്സരാർത്ഥിയോടും വ്യക്തിവിരോധമില്ല. ഹൗസിന്റെ വാതിൽ കടന്ന് പുറത്തു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടുള്ള ദേഷ്യവും സങ്കടവും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഹൗസിൽ നടന്നതിന്റെ പേരിൽ പുറത്തു വന്ന് ഗെയിം കളിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെസൽ കഴുകാത്ത വിഷയത്തിൽ അക്ബറും ഞാനുമായി അടി നടന്നപ്പോൾ ചന്തപുര മസ്താനി എന്നാണ് അക്ബർ എന്നെ വിളിച്ചത്. ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസുകളെന്നും അവിടെയുള്ളവർ എന്നെയും ലക്ഷ്മിയെയും വിളിച്ചു. അപ്പാനി ശരത് സ്ലഡ് ഷെയ്മിങ്ങിന് സമാനമായ തെറിയാണ് എന്നെ വിളിച്ചത്. ഞാൻ കണ്ട അപ്പാനി അയാളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാലോ ആരെങ്കിലും തെറി വിളിച്ചാലോ പുറകെ നടന്ന് ക്ഷമ ചോദിക്കും. പക്ഷെ തെറി വിളിച്ചിട്ടും ഒരു സോറി അപ്പാനി പറഞ്ഞില്ല. അതുകൊണ്ട് അപ്പാനി പുറത്താകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പാനി പുറത്തായ സന്തോഷത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളുടെ മീറ്റർ ഒരല്പം കൂടിപ്പോയി. മലയാളികൾ ഇമോഷൻസ് വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ എന്റെ സന്തോഷ പ്രകടനം അക്സെപ്റ്റ് ചെയ്തില്ല. എന്റെ നെഗറ്റീവ്സ് ആണ് 14 ദിവസത്തെ എപ്പിസോഡിലും ലൈവിലും കൂടുതലും വന്നത്. അതുപോലെ എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരവും കിട്ടിയിട്ടില്ല. അതിന് ലാലേട്ടന്റെ കുറ്റം പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ടീമിന് അറിയാം ഏത് കണ്ടന്റ് പുറത്തു പോകണം, എങ്ങനെ വരണം എന്നത്. പുറത്തു വന്ന ശേഷം പലരും ഞാൻ ഫേക്ക് ആണ്, എന്റെ ഇന്റർവ്യൂസ് ഫേക്ക് ആണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വിഷമം തോന്നിയിരുന്നു എന്നൊക്കെയാണ് മസ്താനി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ കാത്തിരുന്ന പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മസ്താനി നടത്തിയിരിക്കുന്നത്.